ചെറിയൊരു ഈവനിങ് വാക്ക് പോയാലോ? ഞാനിപ്പോൾ ഉള്ളത് ഷെലഫ്തിയോയിലാണ്. സ്വീഡൻ്റെ നോർത്തേൺ സൈഡാണ് ഷെലഫ്തിയോ. ചെറിയൊരു ടൗണാണ്, എന്നാലും ധാരാളം മലയാളീസ് എല്ലാം ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ അതിമനോഹരമായൊരു സിമ്മട്രി ഉണ്ട്. നമുക്കതിൻ്റെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ? അതിമനോഹരമായൊരു പൂന്തോട്ടം പോലെയാണ് അവർ സിമ്മട്രി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ വൃത്തിയായിട്ട് അവരതിനെ സൂക്ഷിച്ചിട്ടുണ്ട്. സിമെട്രി എന്നല്ല, പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾ എവിടെ നോക്കിയാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. കാരണം അത് അവർ അത്രയും വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന ആളുകൾ പ്ലാസ്റ്റിക്കോ പേപ്പറോ ഒന്നും ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോവില്ല. അതെല്ലാം കൃത്യമായി ഇടേണ്ട സ്ഥലങ്ങൾ അവർക്കറിയാം. അതിനെല്ലാം കൃത്യമായ വേസ്റ്റ് ബിന്നുകളെല്ലാം വെച്ചിട്ടുണ്ട്, വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്. അതെല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇത്രയും ഭംഗിയിൽ ഇത് നിൽക്കുന്നത്. ഇവിടെ വളരുന്ന പുല്ലുകളും ഇതെല്ലാം വെട്ടി മിനുക്കി വളരെ വൃത്തിയായി അതിനെ പരിപാലിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും മനോഹരമായ ഒരു പുൽമേട് പോലെ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം പോലെയൊക്കെ നമുക്ക് തോന്നുന്നത്. ഈ കാണുന്ന വീതിയെല്ലാം നമുക്ക് ഈവനിങ് വാക്കിനും സൈക്കിൾ ചവിട്ടാനും ഒക്കെ ആയിട്ട് സിമെട്രിയുടെ സൈഡിൽ തന്നെ തുറന്നു കൊടുത്തേക്കുന്ന ഒരു സ്പേസാണിത്. അതിൻ്റെ ഇരുവശങ്ങളിലും തണൽ മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ച് വളരെ സുന്ദരമായിട്ട് അവരതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്നെത്തിയിരിക്കുന്നത് കാരവാൻ്റെ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലല്ല, ഇതൊരു ക്യാമ്പിംഗ് ഏരിയ ആണ്. ധാരാളം ആളുകൾ സമ്മർ ടൈമിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ക്യാമ്പ് ചെയ്യാറുണ്ട്. നമ്മളങ്ങനെ നടന്ന് ഒരു മലയുടെ മുകളിൽ എത്തിയേക്കുവാണ്. ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയാം. ഷെലഫ്തിയോ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ടൗണിൻ്റെ ഏകദേശം മുഴുവൻ വ്യൂവും നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നാൽ കാണാം. സമ്മർ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് ഇത്രയും ഭംഗിയിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ വ്യൂ കാണുന്നത്. വിൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വ്യൂ ഉണ്ടാവില്ല. പക്ഷേ അതിമനോഹരമായിട്ട് ലൈറ്റൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ട് ഈ ചെറിയൊരു നഗരം ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ വീഡിയോകളിലെല്ലാം കാണാം. അതുവരേക്ക് എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.